ആ ഒരു സ്റ്റോറി കയ്യിലെത്തുമ്പോൾ അതിന് കാരണക്കാരൻ ശരിക്കും പറഞ്ഞാൽ ശ്രീനിവാസനാണ്. ഗുരു എന്ന് പറഞ്ഞ ഫിലിം എന്തുകൊണ്ടും ഡിഫറെന്റ് ആയി നിൽക്കുന്ന ഒരു മൂവിയാണ്. ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു മൂവി എന്ന് പറയുമ്പോൾ വലിയൊരു ചാലഞ്ച് ആയിരുന്നു. ആ മൂവി എൻ്റെ അടുത്തേക്ക് വരുന്നല്ല, ഞാൻ ആ മൂവിയുടെ ഒപ്പമുള്ള ഒരാളായിരുന്നു എന്നുള്ളതാണ്, അതാണ് സത്യം. ആക്ടിങ് ഉണ്ടായിരുന്നു, ഡയറക്ഷൻ ഉണ്ടായിരുന്നു, റൈറ്റിംഗ് ഉണ്ടായിരുന്നു. ഇതിലേത് എന്ന് ചോദിച്ചാൽ ഞാൻ ഇതൊക്കെ തന്നെയല്ലേ, എന്തുകൊണ്ടും അതുപോലെ എന്നുള്ള ചോദ്യം ഉണ്ടാവുന്ന പോലെയാണ്. രണ്ടാമൻ എന്നൊരു ടാഗ് വീണിരുന്നു, വിഷമിപ്പിച്ചിരുന്നു. എന്തിനാ രണ്ടാമൻ എന്ന് പറയുന്ന സാധനങ്ങളൊന്നും എനിക്ക് പറ്റുന്ന വേഷമാണെങ്കിൽ ഞാൻ എത്രയോ സിനിമകൾ ഞാൻ വേണ്ടാന്ന് വെച്ചത്. ഹായ്, ദിസ് ഇസ് മീനാക്ഷി. വെൽക്കം ടു സൈനസ് ഓഫീസ്. ഇന്ന് നമുക്ക് ഗസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് മധുവൻ സാറിനെയാണ്. വെൽക്കം സർ. സാറിനെ ആക്ച്വലി വിശേഷിപ്പിക്കുകയാണെങ്കിൽ ആക്ടർ, ഡയറക്ടർ, റൈറ്റർ അങ്ങനെ ഒരുപാട് ടേംസ് ഉണ്ട്. പക്ഷെ ഞാൻ സിനിമ കണ്ടു തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ സിനിമ എന്താണെന്ന് കഥ മനസ്സിലാക്കി തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ ഞാൻ കണ്ട സിനിമയാണ് ആദ്യ കൊല്ലപ്പെട്ട രാത്രി. അതിന് ഡോക്ടർ അജയ് ഘോഷ് എന്നുള്ള ക്യാരക്ടർ. അത് കഴിഞ്ഞ് ഇപ്പോ അന്വേഷിപ്പിൻ കണ്ടെത്തും വരെ എത്തി നിൽക്കുകയാണ്. ക്രൈം സ്റ്റോറീസ് ഒരുപാട് ഇഷ്ടമുള്ള, വായിക്കുന്ന, സിനിമകൾ കാണുന്ന ഒരാളാണ്. അപ്പൊ ആ ക്യാരക്ടറിലോട്ടുള്ള സാറിന്റെ ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. മീനാക്ഷി എൻ്റെ മോളുടെ പേരും കൂടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യ കൊല്ലപ്പെട്ട രാത്രിയിലെ അജയ് ഘോഷ് ഒരു ഡിഫറെൻ്റ് ആയ ഒരു ക്യാരക്ടറാണ്. കാരണം അതൊരു ട്രെയിൻ ജേണിയിൽ ഉണ്ടാകുന്ന ക്രൈമാണ്. മധുസാറിൻ്റെ മധുവിൻ്റെ പടം, സുരേഷ് ഗോപി. അവിടെ നിന്നുള്ളൊരു ട്രാൻസിഷൻ, ഒരു ട്രാവലുണ്ട്. അവിടെ നിന്നല്ല, അതിനു മുമ്പ് മുതൽ തന്നെ പലപ്പോഴും എനിക്ക് ഈ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു ഒരു ഹൂഡണിക് സ്വഭാവമുള്ള സിനിമകൾ ചെയ്യുക എന്നുള്ളതും അതിൻ്റെ പാർട്ടായിട്ട് മാറുക, അതൊക്കെ നമുക്ക് ഭയങ്കര ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ടാണത്. കാരണം കഥ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ അത്തരം സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരായിരിക്കും, എന്തായിരിക്കും എന്ന് പറയുന്നൊരു ആങ്സൈറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ ഒരു അഡ്നാലിൻ കൂട്ടുക എന്ന് പറയുന്നൊരു എലമെൻ്റ് ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് അതെങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അത് കിട്ടിയ ഒരു സിനിമയാണ് എനിക്ക് അന്വേഷിപ്പിൻ കണ്ടത്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കഥ അറിയാമെങ്കിൽ പോലും നമ്മളതിൻ്റെ ഒരു കഥ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഔട്ട്ലൈനാണ് കേട്ടോ, ഞാൻ ഡീറ്റെയിൽഡ് കഥയല്ല എന്നുള്ളത്. എങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇങ്ങനെയാണ് സാധനം. അപ്പോൾ സെക്കൻഡ് പാർട്ടിൻ്റെ കഥ എനിക്ക് അറിയുകയില്ല. ഞാൻ ഫസ്റ്റ് പാർട്ടിൽ ആണല്ലോ ഞാനുള്ളത്, അതെനിക്ക് അറിയാമല്ലോ. അപ്പം അത് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് ആസ് ആൻ ഓഡിയൻസ് നമ്മളത് വായിച്ച് ഒക്കെ കണ്ടു നിന്നതിൽ നിന്നും ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയുന്നത്, അവിടെ നിന്ന് നമ്മുടെ ഒരു തോട്ടിനെയും നമ്മുടെ ഒരു ആൻറ്റിസിപ്പേഷനെയും ഒക്കെ മാറ്റിമറിച്ച ഒരു സെക്കൻഡ് ഹാഫ് കൂടിയാണ് ഈ സിനിമയുടെ. അപ്പം അതുകൊണ്ട് ഒരു പോലീസ് ഓഫീസറുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് ഇൻസിഡൻറ്റുകൾ എങ്ങനെയാണ് ഒരു സിനിമയായിട്ട് മാറുന്നത് എന്നുള്ള ഒരു അത്ഭുതം കൂടി ഈ സിനിമയ്ക്കുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു സിനിമ ഈ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ താല്പര്യം എന്ന് പറയുന്നത്, നമ്മൾ ആ സിനിമ കാണുമ്പോൾ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടല്ലോ, ആ കൊണ്ടുപോകുന്ന ഒരു ട്രാവലുണ്ട്. ആ ട്രാവൽ കിട്ടിയ ഒരു സിനിമ കൂടിയാണ് അന്വേഷിപ്പിൻ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് ഒഴിമുറി അല്ലെങ്കിൽ കാശ്മീരൊക്കെ കാണുന്ന സമയത്ത് വളരെ ഡിഫറെന്റ് ആയിട്ടുണ്ട്. ആ ഒരു സമയത്തെ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് ഡിഫറെന്റ് ആണ് ഇന്നത്തെ സിനിമകൾ. ഒഴിമുറി വളരെ സ്ട്രൈക്ക് ചെയ്ത ഒരു മൂവിയാണ്. കാരണം എനിക്ക് 2012 സമയത്താണ് ആ മൂവി ഇറങ്ങുന്നത്. ഇന്ന് അതുപോലെയുള്ള സ്റ്റോറീസ് ഒരുപാട് നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണ് ആളുകൾ കണ്ടിരുന്നത്. അപ്പോൾ ആസ് എ ഡയറക്ടർ ആ ഒരു സ്റ്റോറി കയ്യിലെത്തുമ്പോൾ അതിനോട് എന്തുകൊണ്ടാണ് അതിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ ഒഴിമുറി ചെയ്യുന്ന സമയത്ത് പിന്നെ ഒഴിമുറി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചതല്ല. ആ ഒരു കഥ നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അതിന് കാരണക്കാരൻ ശരിക്കും പറഞ്ഞാൽ ശ്രീനിവാസനാണ്, ആക്ടർ ശ്രീനിവാസനാണ്. അദ്ദേഹമാണ് അങ്ങനെ ഈ ഒരു ഞങ്ങൾ ശരിക്കും ആലോചിച്ചത് ഒരു അച്ഛൻ മകൻ റിലേഷൻഷിപ്പിനകത്തുണ്ടാകുന്നൊരു കഥയെക്കുറിച്ച്. ഞങ്ങൾ ശ്രീനേട്ടനോടൊപ്പം ചേർന്നൊരു സിനിമയെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിരുന്നു. അതാലോചിച്ച് ഞങ്ങളൊരു കഥയൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അതൊന്നും നടന്നില്ല. പകരം ആ തോട്ട് പ്രോസസ്സിൽ നിന്നും ഉണ്ടായ ഒരു കഥയാണ് ഒഴിമുറിയിലേക്ക്. അത് ജയമോഹൻ്റെ ഒരു കഥ ഇങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് ഉറവിടങ്ങളിൽ ഈ കഥ ഇദ്ദേഹം വായിച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു ശ്രീനേട്ടൻ. അപ്പം ഞാൻ പറഞ്ഞു അത് ഇന്ന കഥയാണ് എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ പിന്നെ ആ കഥ നമുക്ക് ആലോചിച്ചാലോ എന്ന് ചോദിച്ചു. അങ്ങനെ ആലോചിച്ച് വന്ന കഥയിൽ നിന്നും അത് ശ്രീനേട്ടൻ്റെ ഒരു ശരീരപ്രകൃതിക്കോ ശ്രീനേട്ടൻ്റെ സ്വഭാവത്തിനോ പറ്റിയ കഥയല്ലായിരുന്നത്. അപ്പം പിന്നെ അതങ്ങ് നമ്മൾ വിട്ടതിന് ശേഷമാണ് ലാൽ സാറിലേക്ക് മാറുന്നത്. അത് തന്നെ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചില്ല. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിനകത്ത് 100% ആ സിനിമ ചെയ്യുക എന്ന് പറയുന്നൊരു രീതിയിലേക്ക് നമ്മൾ മാറിയതുള്ളൂ.
കാരണം അതൊരു ഡിഫറൻ്റായ തോട്ടാണ് അന്നത്തെ കാലത്ത്. രണ്ട്, ഇത് യൂണിവേഴ്സലാണ് ഒരർത്ഥത്തിൽ. മൂന്നാമത്തെ കാര്യം, തെക്കൻ സദേൺ ട്രാവൻകൂറിൻ്റെ ലൈഫ് ഹിസ്റ്ററി പൊതുവെ മലയാള സിനിമയിൽ വന്നിട്ടില്ലാത്ത ഒരു കാര്യം കൂടിയാണ്. അന്നും വന്നിട്ടില്ല, ഇന്നും ശരിക്കും അതിൻ്റെ റിയൽ സെൻസിൽ വന്നിട്ടില്ല എന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടാവുമായിരിക്കാം എവിടെയെങ്കിലും, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആ സെൻസിൽ ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എനർജി ഉണ്ട്. കാരണം അതൊരു വേറൊരു ടെറൈനാണ്, വേറൊരു ലാൻഡ്സ്കേപ്പാണ്, വേറൊരു ലൈഫാണ്. എന്നാൽ ആ കഥയിൽ ഒരു യൂണിവേഴ്സാലിറ്റി ഉണ്ട് എന്നാലും. പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് വ്യക്തികൾ ഡിവോഴ്സ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇപ്പോഴും ഡിവോഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ സിനിമ ഒരുപാട് പേര് എന്നോട് ഇപ്പോഴും സംസാരിക്കാറുണ്ട്. മാത്രമല്ല ഒരുപാട് സ്ത്രീകൾ ആ സിനിമ കാണുകയും ആ സിനിമയെക്കുറിച്ച് അവരുടെ ജീവിതത്തിൽ നിന്ന് എത്തിക്കൊണ്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ വെറും ഒരു സിനിമ മാത്രമല്ല, ഒരു ഹിസ്റ്ററിയുടെ പാർട്ടായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 വർഷത്തോളം എൻ്റെ ഒരു ലൈഫ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അത് ആ സിനിമ ഉണ്ടാക്കുന്നത് ലൊക്കേഷൻസ് ആയാലും ആക്ടേഴ്സ് ആയാലും അതിൻ്റെ സ്ക്രീൻ പ്ലേ വളരെ എളുപ്പത്തിൽ ചെയ്തെങ്കിൽ പോലും അതിനുണ്ടാക്കിയെടുക്കുന്ന ആ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഒരു 3 വർഷത്തോളം എൻ്റെ കയ്യിൽ നിന്നും ചിലവായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് ഇപ്പോഴും ആ സിനിമ സംസാരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് നിംസ് യൂണിവേഴ്സിറ്റി, നെയ്യാറ്റിൻകരയുള്ള നിംസ് യൂണിവേഴ്സിറ്റി അവരൊരു ഫിലിം സൊസൈറ്റി തുടങ്ങിയിരുന്നു. അപ്പോൾ ആ തുടങ്ങിയതിന് അന്ന് കാണിച്ചു തുടങ്ങുന്നത് ഈ ഒഴിമുറി കാണിച്ചുകൊണ്ടാണ് ആ ഒരു സൊസൈറ്റി തുടങ്ങിയത്. അന്ന് ഇപ്പോൾ 20 വയസ്സ് 21 വയസ്സുള്ള പെൺകുട്ടികളാണ്, ഏകദേശം ഒരു 80-100 അടുപ്പിച്ച് കുട്ടികളുണ്ടായിരുന്നു കാണാനായിട്ട്. അവിടുത്തെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ. അവരൊരു 10 വയസ്സുള്ളപ്പോൾ, അവർ 10-11 വയസ്സുള്ളപ്പോഴാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞതിന് ശേഷം, 10-11 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ സിനിമ അവർ കാണുമ്പോൾ ഞാൻ അവരോട് ഒറ്റ ചോദ്യം, ഈ തെക്കൻ തിരുവിതാംകൂറിൽ എത്ര കുട്ടികളുണ്ട്? ആകെ 4 കുട്ടികളുണ്ടായിരുന്നുള്ളൂ. ബാക്കി മുഴുവൻ കേരളത്തിന് പുറത്തുള്ള പല ഭാഗത്തു നിന്നുള്ള കുട്ടികളായിരുന്നു. അപ്പോൾ അവരുടെ ലൈഫിൽ അവർ കണ്ടുകൊണ്ടിരുന്ന അവർ ഭയങ്കരമായിട്ടുള്ളൊരു വേറൊരു തരത്തിലുള്ളൊരു ഐ ഓപ്പണിംഗ് പോലെയാണ് അവർ ആ സിനിമയെക്കുറിച്ച് എന്നോട് സംസാരിച്ചിരുന്നത്. കാരണം ഇപ്പോൾ 21 വയസ്സായ പെൺകുട്ടികൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനൊരു കാരണം എന്താണ് ലൈഫ്, എന്താണ് മാരേജ്, എന്താണ് ആഫ്റ്റർ മാരേജ് എന്നൊക്കെ പറയുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങുമ്പോൾ ഈ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പല കാഴ്ചകൾ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. അതിനകത്ത് തന്നെ പണ്ട് കാലം മുതലേ തുടങ്ങിയ ഒരു ചരിത്രമാണ് സത്യത്തിൽ ഈ മനുഷ്യ ജീവിതത്തിലെ ദാമ്പത്യം എന്ന് പറയുന്നത് എത്രയോ കാലമായിട്ടുള്ളത്. അപ്പോൾ ആ ദാമ്പത്യത്തെക്കുറിച്ചുള്ള ഒരു വേറൊരു രീതിയിലൊരു കാഴ്ചപ്പാട് അവർക്ക് മനസ്സിലായി. അതിൻ്റെ ഒരു ചരിത്രം പറയാൻ അവർ ആലോചിക്കുകയും അതിൻ്റെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി എന്താണ്, എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന കുറേ കുട്ടികളെ ഞാൻ കണ്ടു എന്നതാണ്. അപ്പം അതുകൊണ്ട് ഇന്നും ആ കുട്ടികളത് ഇപ്പോൾ ഈ അടുത്ത കാലത്തും എന്നോട് ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടൊരു ക്വസ്റ്റ്നെയർ പോലെ അവർ അയച്ചു തരികയൊക്കെ ചെയ്തിരുന്നു. അപ്പം അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ ഇപ്പോഴും ആ സിനിമ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഒരു സിനിമ എപ്പോഴും ലൈവായിട്ട് നിൽക്കുന്നത് ആൾക്കാരുടെ മനസ്സിലാണെന്നുള്ളതാണ്. ഈ സാറിന്റെ മൂവീസ് എടുക്കുകയാണെങ്കിൽ, എസ്പെഷ്യലി ഡയറക്ട് ചെയ്ത മൂവീസ് എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഗുരു പോലെയുള്ള സിനിമകൾ എടുക്കുകയാണെങ്കിലോ അതൊരു ഹിസ്റ്ററി മേക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ സിനിമയുടെ ഒഴിമുറിയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഏകദേശം 29ഓളം ആളുകൾ ട്രിവാൻഡ്രം ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന മൂവിയാണ്. ട്രിവാൻഡ്രം ഡയറക്റ്റ് നമ്മൾ പല ഫിലിംസിനും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഔട്ട്ലുക്ക് ആദ്യമായി കാണുന്നത് ഈ സിനിമയിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചോയ്സ് വന്നത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്തുകൊണ്ടാണ് ഈ ട്രിവാൻഡ്രം ഡയറക്ടറിനെ വെച്ച് സാർ പറഞ്ഞിട്ടുണ്ട് വളരെ കംഫർട്ടിംഗ് ആയ, ഒരുപാട് ബഹുമാനം കൊടുക്കുന്ന തരത്തിലുള്ള ഡയറക്ടറാണ് സാർ. ട്രിവാൻഡ്രത്ത് താമസിക്കുന്ന ആളാണ്. അപ്പോ ആ ഒരു വശം ട്രിവാൻഡ്രം ഡയലക്റ്റിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെ ആ ഒരു വശം കാണിക്കണം എന്ന് തോന്നിയത്, അത് ഈ മൂവിയിൽ കാണിക്കണം എന്ന് തോന്നിയ അല്ല, അത് എൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് ജയമോഹനായിരുന്നു ഇതിൻ്റെ സ്ക്രീൻ പ്ലേ. ജയമോഹൻ്റെ ലൈഫിനകത്തുള്ള ഒരു കഥ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യത്തിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടാകുന്നത്, ഈ കഥയും കൂടെ ഉണ്ടാകുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മരണവും അച്ഛൻ്റെ മരണവും ആണ് ഡിവോഴ്സിന് ശേഷം രണ്ടുപേരും മരിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പം നമ്മളത് മരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടാണ് ആ സിനിമ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ലൈഫിലെ കഥയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തെക്കൻ തിരുവിതാംകൂറിൻ്റെ അത്രയും ബോൾഡായിട്ടുള്ള ഒരു അമ്മയും അത്രയും ബോൾഡായിട്ടുള്ള ഒരു അച്ഛനും ഉണ്ട് എന്ന് പറയുന്ന ഒരു ആംഗിളിലേക്ക് നമ്മൾ ഈ സിനിമയെ കൊണ്ടുപോവുക എന്നുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നു. അപ്പോൾ സാധാരണ രീതിയിൽ എന്തുകൊണ്ട് ആ പ്രദേശത്തിൻ്റെ ഒരു ജീവിതം പറയുമ്പോൾ ആ പ്രദേശത്ത് നിർത്തിക്കൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഒന്ന്. രണ്ടാമത്തെ, ആ പ്രദേശത്തുള്ള ആൾക്കാർ
ക്യാരക്ടേഴ്സ് ആവുമ്പോൾ ആ പ്രദേശത്ത് തന്നെ ആ ഡയലക്ട്സ് അറിയാവുന്ന ആൾക്കാരെ കാസ്റ്റ് ചെയ്യുക എന്നുള്ളത്. 5 പേര് മാത്രമേ ആ സിനിമയിൽ അതല്ലാതെ ഉള്ളൂ. ലാല്, ശ്വേത, മല്ലിക, പിന്നെ ഭാവന, ആസിഫ്, ബാക്കി എല്ലാ കക്ഷികളും തിരുവനന്തപുരത്തുള്ളവരാണ്. അപ്പോൾ അത് ബോധപൂർവം തന്നെ ചെയ്തതാണ്. കാരണം എന്താ, ഈ ബാക്കി മുഴുവൻ ക്യാരക്ടേഴ്സുള്ള ആൾക്കാർ ട്രാവൻകൂർ സ്ലാങ്ങിലേക്ക്, ഐ മീൻ സദൺ ട്രാവൻകൂറിൻ്റെ ഡയലക്ട്സ് പറയുമ്പോൾ ഇവരും ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് വരും. അങ്ങനത്തെ ഒരു തീരുമാനമായിരുന്നു. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം പിന്നെ ഒന്നാമത് വെച്ച് കഴിഞ്ഞാൽ ആ ലാംഗ്വേജ് ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു ലാംഗ്വേജാണ്. കാരണം ഭയങ്കരമായിട്ടുള്ള ബഹുമാനത്തോടു കൂടി ആളുകൾ സംസാരിക്കുന്ന ലാംഗ്വേജാണ്. പിന്നെ അതിൻ്റെ ഒരു മര്യാദകൾ എന്ന് പറയുന്നൊരു എലമെൻ്റ് ഉണ്ട്. അത് ആ പ്രദേശത്തിനുണ്ട്, അവിടെയുള്ള ആളുകൾക്കുണ്ട്, ആ കഥയ്ക്കുണ്ട്, ജീവിതത്തിനുണ്ട്. ഞാൻ സാറിന്റെ ഒരു ഇന്റർവ്യൂ കാണാനിടയായപ്പോൾ അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അന്ന് സാർ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തില്ല. അതായത് മെയ്ഡ് ഇൻ USA സിനിമയില് സോങ്ങിൽ കാവേരിയുടെ 2 കാലഘട്ടങ്ങൾ കാണിക്കുന്നുണ്ട്. അത് എങ്ങനെ എന്നൊരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ സാർ പറഞ്ഞു അതിപ്പോ റിവീൽ ചെയ്യാറായിട്ടില്ല, അത് റിവീൽ ചെയ്യാറായിട്ടില്ല എന്നായിരുന്നു ഉത്തരം. അതിപ്പോ ആ ഒരു ഇന്റർവ്യൂ കണ്ടതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ക്യൂരിയോസിറ്റി കൂടുകയാണ് ചെയ്തത്. അന്നത്തെ കാലത്ത് എങ്ങനെ എന്നുള്ള ചോദ്യം, അതിന്റെ ഇന്റൻസിറ്റി കൂടുകയാണ് ചെയ്തത്. അത് പ്രേക്ഷകരിലേക്ക് എത്താറായോ എന്ന് ചോദിക്കാൻ. 2 കാലം കാണിച്ചതുകൊണ്ട് അതെ, അതെങ്ങനെയാണ് രാജവട്ടം തന്നെ ചെയ്ത സിനിമയിൽ നിന്നും കാവേരി വെച്ച് ചെയ്തിട്ടുള്ള ഒരു സിനിമയിൽ നിന്നും എടുത്ത് ഉപയോഗിച്ച സീക്വൻസ് ആണത്. ആ സിനിമ റിലീസ് ചെയ്തിട്ടില്ല, അത്രേ ഉള്ളൂ. താങ്ക് യു. മറ്റൊരു ചോദ്യം എന്ന് പറഞ്ഞാല് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതായത് അസിസ്റ്റന്റ് ഡയറക്ടറായി ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്യുന്ന വന്നിരുന്നു. ഒരുപാട് സിനിമ 5 സിനിമകൾ വർക്ക് ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്ത ആക്ടേഴ്സ് ആപ്റ്റ് അല്ല എന്ന് തോന്നുമ്പോൾ ഓക്കെ എന്നാൽ മധുബാല ചെയ്യട്ടെ എന്നൊരു സംഭവം, അതായത് രണ്ടാമൻ എന്നൊരു ടാഗ് വീണിരുന്നു ഒരു സമയത്ത്, അല്ലെങ്കിൽ അത് കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു സാർ. അപ്പോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വിഷമിപ്പിച്ചിട്ടുണ്ടോ? അതായത് ഫിലിമിൽ ഒരുപാട് ഇത്രയും നാളെ ഫിലിം ഫീൽഡിൽ നിൽക്കുമ്പോൾ, ഫിലിമിൽ ഇത്രയും ക്ലോസ് ആയി നിൽക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ടാഗ് വിഷമിപ്പിച്ചിട്ടുണ്ടോ? എന്തിനാ, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു പടം ബട്ടർഫ്ലൈസ് ചെയ്തിട്ടുണ്ട്. അതും പക്ഷേ കാശ്മീരം തന്നെ ഈ പറയുന്ന ഓൾട്ടർനേറ്റീവ് എന്നുള്ള രീതിയിൽ ചെയ്തു പോയതാണ്. അതേ ചെയ്തിട്ടുള്ളൂ സത്യത്തിൽ, അതല്ലാതെ വേറെ അല്ല. പിന്നെ പലപ്പോഴും നമുക്കറിയില്ലേ, നമ്മൾ ഇത് ഉണ്ടെങ്കിൽ നമ്മൾ കൂടെ ആകട്ടെ എന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡ് എടുക്കുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്കൊരിക്കലും അങ്ങനെ ഒരു ഈ രണ്ടാമൻ എന്ന് പറയുന്ന സാധനങ്ങളൊന്നും ഞാൻ ആലോചിച്ചു, ഞാനൊരു ഭീമൻ കോംപ്ലക്സ് ഒന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല എന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്ന വേഷമാണെങ്കിൽ ഞാൻ എത്രയോ സിനിമകൾ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് പറ്റുന്നതല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയും കൂടെ ഉണ്ട്. കാരണം ഒരു പീരീഡിൽ 94 മുതൽ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി 2000 വരെയുള്ള പീരീഡിൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ എത്രയോ സിനിമകൾ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. കാരണം അത് ശരിയാവില്ല, എനിക്ക് ഒട്ടും ഞാൻ കംഫർട്ടല്ല എന്ന് തോന്നിയിട്ട് സിനിമ ഞാൻ കളഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് മടി അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ എനിക്ക് പറ്റുന്നതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതേസമയം തന്നെ ആവശ്യമില്ലാത്ത സിനിമകളിൽ പോയി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം ചെയ്യേണ്ടായിരുന്നു എന്ന്. കാരണം അത് വേറെ തരത്തിൽ അതൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നൊരു എലമെൻ്റ് ഉണ്ടാവും. ആ സിനിമയുടെ സംവിധായകനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ റൈറ്ററോ ആരെങ്കിലും ഒക്കെ നമ്മളോട് അടുപ്പമുള്ള ആൾ ചെയ്യാൻ വേണ്ടി വിളിക്കുമ്പോൾ പറ്റില്ല എന്ന് പറയാനുള്ളൊരു മടി കൊണ്ട് ചെയ്തിട്ടുള്ള സിനിമകളുമുണ്ട്. നമുക്ക് ഞാൻ അൾട്ടിമേറ്റായിട്ട് പല സിനിമകളും നമ്മൾ കൂടി പാർട്ടായിട്ടുള്ള സിനിമകൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ പാർട്ടല്ലാത്ത ഫ്രെയിമിൽ വരാത്ത എത്രയോ സിനിമകൾ ബിഹൈൻഡ് ദ കർട്ടൻ അതുപോലെ ആ സിനിമയുടെ ചില കാര്യങ്ങൾ അവരുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ടൊക്കെ തന്നെ നിന്നുണ്ട്. അപ്പോൾ അത് നിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ആ ടീമിനോടുള്ള ഒരു താല്പര്യം, അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയോടുള്ള എൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു സമർപ്പണം എന്ന് പറയില്ലേ, അതാണത്. അതുകൊണ്ട് ചോദിക്കുകയാണ്, അതായത് ഒരുപാട് ബുക്കുകൾ വായിക്കുന്ന ആളാണ്, പ്രത്യേകിച്ച് ഈ ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സും മൂവീസും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുപോലെ തന്നെ സിനിമകൾ കാണുന്ന ആളാണ്, സിനിമയുമായിട്ട് ഇത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. സാറിന് ഒരുപാട് സ്വാധീനിച്ച ഒരു ബുക്കോ സിനിമയോ എന്ന് ചോദിച്ചാൽ ഒരുപാട് പേര്. അത് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഇൻ്റർവ്യൂ ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. ഞാനൊരു പെട്ടെന്ന് അങ്ങനെ മലയാളത്തിൽ കോട്ടയം പുഷ്പനാഥ് മുതൽ എനിക്ക് ഈ ക്രൈം നോവലുകളുടെ അത് കേരളത്തിലെ മലയാളത്തിൽ വന്നിട്ടുള്ള ഒത്തിരി ക്രൈം സ്റ്റോറീസ് എനിക്കിഷ്ടമാണ്. ഇതേപോലെ തന്നെ ഇംഗ്ലീഷിലും എനിക്ക് സീക്വൻസ് സീരിയൽസ് സാധനങ്ങൾ ചെയ്തിട്ടുള്ള സാധനങ്ങളും ഇഷ്ടം പോലെ ഉണ്ടെന്ന്. അപ്പം ഇത് നമ്മൾ എന്തെങ്കിലും തരത്തിലൊരു നമ്മൾ വായിച്ച പുസ്തകങ്ങളുടെയോ കണ്ട സിനിമകളുടെയോ ഒന്നും മാത്രമല്ല, അതല്ലാതെ നമ്മൾ ത്രസിപ്പിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കണ്ടുപോകുന്ന സിനിമകളിൽ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളത്. അത്
ഇപ്പം മലയാളം റൈറ്ററായാലും ഇംഗ്ലീഷ് റൈറ്ററായാലും ഈ ഇന്ത്യൻ സിനിമകളായാലും വിദേശ സിനിമകളായാലും നമ്മൾ ഇപ്പോൾ ക്രൈം എപ്പോഴും ഉണ്ടാക്കുന്നത് ഒരു ആങ്സൈറ്റി ഉണ്ട്. ആ ആങ്സൈറ്റി നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ എപ്പോഴും സിനിമ കാണുമ്പോൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ വെറുതെ പറഞ്ഞു കൊറിയൻ സിനിമ പാരസൈറ്റ് എന്ന് പറയുന്ന സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ക്രൈം സ്റ്റോറിയുടെ സാധനങ്ങളാണ്. പക്ഷെ അത് ഈ കഴിഞ്ഞ ഓസ്കാർ കിട്ടിയൊരു സിനിമകളാണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് അതിൻ്റെ ഒരു വേറെ രീതിയിലുള്ള ലെവലിലേക്ക് ആലോചിച്ച് പോകുന്ന സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ക്രൈം ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ക്രൈമിന് തന്നെ പല തരത്തിലുള്ള ക്രൈമുകൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് സിനിമ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് കൊള്ളാം അങ്ങനെയുണ്ട് എന്നിട്ട് എന്ന് പറയുന്നൊരു തോന്നലുണ്ടല്ലോ, ആ തോന്നലുണ്ടാക്കുന്ന സിനിമകളെല്ലാം എനിക്കിഷ്ടമാണ്. ഞാൻ ഒരു ഏതെങ്കിലും ഒരു റോൾ ഈ ചേസിൻ്റെ നോവലുകൾ വായിച്ച കാലത്ത് ഇതേ സാധനങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇർവിങ് വാലസ് വായിച്ച സമയത്തും ഇതേ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പറയില്ല, നമ്മളൊരു കഥ വായിക്കുമ്പോഴൊക്കെ അദഹിലി വായിക്കുമ്പോഴും അതിനകത്ത് ക്രൈം അല്ലാത്ത സാധനങ്ങൾ ഹിസ്റ്ററി പാട്ടുകൾ കിടന്ന് കളിക്കുന്നുണ്ട്. ഹിസ്റ്ററിക്കകത്തും ഈ രസകരമായ ക്രൈമുകളുണ്ട്. അപ്പം ജീവിതത്തിൽ നമുക്ക് ക്രൈം ഇല്ലാത്തൊരു മോമെൻ്റ് ഇല്ല എന്നുള്ളതാണ്. ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും ഒരു ക്രൈം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ക്രൈം സിനിമകൾക്കും ക്രൈം നോവലുകൾക്കും ക്രൈം ന്യൂസിനും ഇത്രമാത്രം നമ്മൾ നോക്കൂ, ടെലിവിഷൻ ചാനലിൽ ഈ ക്രൈം ന്യൂസ് എന്ന് പറഞ്ഞിട്ട് സാധനം തന്നെ ഉണ്ട്. പല പേരിൽ കുറ്റപത്രം, പോലീസ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് പല പേരുകളിൽ തന്നെ ക്രൈം ന്യൂസസ് തന്നെ ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടത് ഉണ്ടാകുന്നത്? അത് കാണാൻ ഓഡിയനുണ്ട്, കേൾക്കാൻ ഓഡിയനുണ്ടല്ലോ. അത് സിനിമയിലും ഉണ്ടെന്നുണ്ടോ. സാർ നേരത്തെ ഒരുപാട് സിനിമകൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആക്ടിങ് ഉണ്ടായിരുന്നു, ഡയറക്ഷൻ ഉണ്ടായിരുന്നു, റൈറ്റിംഗ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഔട്ട്സൈഡ് ദ ബോക്സ് ലൈക്ക് ഫിലിമിൽ നിന്ന് മാറിയുള്ള ജോബ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നും സാർ ഏത് ചൂസ് ചെയ്യുന്നു? ഇപ്പൊ ആക്ടിങ്ങിന് അധികം ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് ഇതിലേത് എന്ന് ചോദിച്ചാൽ ഞാൻ ഇതൊക്കെ തന്നെയല്ലേ, ഇതൊക്കെ കൂടി ചേർന്നുണ്ട്. അപ്പം എന്തുകൊണ്ടും അതുപോലെ എന്നുള്ള ചോദ്യം ഉണ്ടാവുന്ന പോലെയാണ്. അപ്പം ഒരാളെ ഇനിയിപ്പോൾ എന്നെ അഭിനയിക്കാൻ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സിനിമയിൽ തന്നെ അന്വേഷിപ്പൻ കണ്ടെത്തും എന്ന് പറയുന്ന സിനിമയിൽ എന്തുകൊണ്ട് എന്നെ എന്ന് ഞാൻ സ്വയം ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സിനിമയിലെ ക്യാരക്ടർ ഒരു സസ്പീഷ്യസ് എലമെൻ്റ് ഉള്ള ക്യാരക്ടറാണ്. സംശയം ഉണ്ടാവണം, ഇയാൾ തന്നെ ആയിരിക്കും, ഉറപ്പിക്കണം. എൻ്റെ പാസ്റ്റ് ഞാൻ ചെയ്ത സിനിമകളുണ്ട്, അങ്ങനെ എത്രയോ സിനിമകളിൽ ഇയാൾ വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഒരു എലമെൻറ്റ് ഓഡിയൻ്റെ തോട്ടിലുണ്ടാവും. കാരണം എന്നെ കാണുമ്പോൾ ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു ഓഡിയൻ ഉണ്ടാവും. ഇയാൾ തന്നെ ആയിരിക്കും കേട്ടോ എന്ന് പറയുന്നത്. അത് അപ്പം നമുക്ക് ക്യാരക്ടറിനെ സിനിമയുടെ ട്രാവലിനെ ട്വിസ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു എലമെൻറ്റ് ഈ ആക്ടർ, അങ്ങനത്തെ ചില ആക്ടർ, ആ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്ന ആക്ടർ തന്നെയാണ് അതിന് പറയുക. പക്ഷേ ഇതിനകത്തൊരു വ്യത്യാസം ഉണ്ടെന്ന് അതുണ്ടെങ്കിലും അതല്ലാത്ത ഒരു ലൈനിലേക്ക് ഈ ക്യാരക്ടറിനെ വേറെ തരത്തിലേക്ക് മോൾഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന സസ്പെക്ട് ചെയ്യപ്പെടുന്ന ക്യാരക്ടർ തന്നെ വേറൊരു തരത്തിലേക്ക്, വേറൊരു രീതിയിലേക്ക് അത് മാറ്റപ്പെടുന്നുണ്ട്. അപ്പോൾ അതുണ്ടാക്കുന്ന എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം വരും. അത് ഓഡിയൻ പോയിന്റ്. അപ്പോൾ ആ ഓഡിയൻ അതിനകത്ത് ഒരു വിസ്മയം കാണുകയാണ്. അതുണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് ഈ അൾട്ടിമേറ്റായിട്ട് ഈ ഓരോ സിനിമയിലേക്കും ആലോചിക്കുമ്പോൾ എന്തിന് എന്നെ എന്നുള്ളത്. അപ്പം ഞാൻ ആലോചിക്കുന്നതും എന്നെ ഒരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഞാൻ ചെയ്ത മൊത്തം സിനിമകളും എൻ്റെ ഈ പറയുന്ന കാസ്റ്റിംഗ് ഡയറക്ടറുടെ മനസ്സിലുണ്ടാവും. ഈ സസ്പെഷൻ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് സാറിന്റെ ഈ താടി മുടി എന്ന് പറയുന്നത് നമ്മൾ പണ്ടോട്ടേ കാണുന്ന ഒരു കാര്യമാണ്. രജിസ്റ്റേർഡ് ആണ് ആ ഫേസ്, അങ്ങനെയാണ് നമുക്ക് രജിസ്റ്റേർഡ് ആയിട്ടുള്ളത്. ഈ താടി മുടി വെക്കുന്നതിനെ പറ്റി ഒരു കഥ പറഞ്ഞിരുന്നു. അതായത് പണ്ട് വളരെ ചെറുപ്പമായിരുന്ന കാലങ്ങളിൽ ഓഫീസിലൊക്കെ പോകുമ്പോൾ ആളുകൾ ഒരു ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് തരാനും വേണ്ടി വെച്ച് തുടങ്ങിയതാണ് എന്ന് പറയുന്നത്. ഇപ്പൊ ചിന്തിക്കുമ്പോൾ ആ തോട്ടിനെ പറ്റി എന്താ തോന്നുന്നത്? അല്ല, ഇപ്പോഴും സത്യത്തിൽ ഇപ്പം ഇന്നലെ ഞങ്ങളൊരു മീറ്റിങ്ങിന് ഉള്ള സമയത്ത് അടൂർ സാറും ഒക്കെ കൂടെ മീറ്റിങ്ങിൻ്റെ സമയത്ത് തന്നെ വെറുതെ പറഞ്ഞിട്ടുണ്ട്, നീ കാണുമ്പോൾ ഒരു ക്രൈസ്റ്റിൻ്റെ ഒരു ലുക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പം അടൂർ സാർ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ അത് ഓരോരുത്തർക്ക് തോന്നുന്ന സാധനങ്ങളാണല്ലോ. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഉണ്ടായാലും ഇല്ലെങ്കിലും ഇപ്പോൾ ഒന്നുമില്ല എന്ന് തന്നെ തോന്നുന്നു. പക്ഷെ ഞാനിതിനകത്ത് കംഫർട്ടാണ്, അത്രേ ഉള്ളൂ. ഒന്ന്. രണ്ട്, ഞാൻ കഴിഞ്ഞ ഒരു വർഷം ചെയ്തൊരു സിനിമയായിരുന്നു ഇൻ എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസ് ഓഫീസറുടെ വേഷമായിരുന്നു.
അപ്പോൾ അതിന് വേറൊരു തരത്തിൽ ചെയ്തിരുന്നു. ഞാനിപ്പോൾ അജയൻ്റെ രണ്ടാം വർഷം എന്ന് പറഞ്ഞ സിനിമ ടോവിനോട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വേറൊരു അപ്പിയറൻസ് ആണ്, തടിയില്ലായ്മയുണ്ട്, തടിയില്ലാതെ. അപ്പോൾ അങ്ങനെയൊക്കെ പല ഇത് വളരുന്ന സാധനമല്ലേ, എടുത്തു കളഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആവശ്യമാണെങ്കിൽ എടുത്തു കളയാൻ മാത്രമേ ഉള്ളൂ, കാരണം അവർക്ക് വേണമെങ്കിൽ. ഈ ഗുരു എന്ന് പറഞ്ഞ ഫിലിം ആക്ച്വലി മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ വളരെ ഡിഫറെന്റ് ആയ മേക്കിങ്ങും അല്ലെങ്കിൽ എന്തുകൊണ്ടും ഡിഫറെന്റ് ആയി നിൽക്കുന്ന ഒരു മൂവിയാണ്. ഒരുപാട് ഓളം സൃഷ്ടിച്ചതെന്ന് തന്നെ പറയാം. കാരണം അങ്ങനെ ഒരു മൂവി ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു മൂവി എന്ന് പറയുന്നത് വലിയൊരു ചാലഞ്ച് ആയിരുന്നു. അപ്പൊ ആ മൂവി സാറിന്റെ അടുത്തേക്ക് വരുമ്പോഴുള്ള സാറിന്റെ അപ്രോച്ച് എങ്ങനെയായിരുന്നു? ആ മൂവി എൻ്റെ അടുത്തേക്ക് വരുന്നല്ല, ഞാൻ ആ മൂവിയുടെ ഒപ്പമുള്ള ഒരാളായിരുന്നു എന്നുള്ളതാണ്. അതാണ് സത്യം. രാജുവേട്ടൻ ചെയ്യുന്ന സിനിമയാണ്. ആ സിനിമ ചെയ്യുന്നതിന് മുമ്പ് ഈ കഥ ആലോചിച്ച് നിന്ന സമയത്ത് ഇതൊരു ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു. കാരണം ഈ സിനിമയിൽ ഉപയോഗിക്കാൻ പോകുന്ന മ്യൂസിക്കൽ എക്യുപ്മെൻറ്റ്സ് ഇങ്ങനെയായിരിക്കും, പിന്നെ ഇതിനകത്ത് ഉള്ള ക്യാരക്ടറിൻ്റെ അപ്പിയറൻസ് ഇങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ദാറ്റ് വാസ് ഇൻ 97 ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ, ഈ രീതിയിലായിരിക്കും ഈ ക്യാരക്ടർ തന്നെ ആ സിനിമ മൊത്തമായിട്ട് പോർട്രേറ്റ് ചെയ്യാൻ പോകുന്ന ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോഷൂട്ട് നടത്തിയതിനകത്ത് എന്നെ വെച്ചുകൊണ്ടാണ് അത് ഫോട്ടോഷൂട്ട് നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ തോട്ട് പ്രോസസ്സ് ഉണ്ടാകുന്ന കാലം മുതൽ ഞാൻ ഈ സിനിമയുടെ കൂടെയുള്ള കക്ഷിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് എൻ്റെ അടുത്തേക്ക് വന്നതല്ല, ഞാൻ ആ സിനിമയുടെ ഒപ്പം സഞ്ചരിച്ച ഒരാളാണെന്നുള്ളതാണ്. പിന്നെ അതിനകത്ത് വലിയ കാര്യം സന്തോഷം തോന്നുന്നത് വെച്ചാൽ അതിനകത്തൊരു മേജർ ക്യാരക്ടർ രാജുവേട്ടൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നുള്ളത് തന്നെയാണത്. സാറിന്റെ മൂവീസിനെ പറ്റി സംസാരിക്കുമ്പോൾ ലെഫ്റ്റിസം എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ട്. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ മനുഷ്യപക്ഷമാണ് ലെഫ്റ്റിസം എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നത്തെ കാലത്ത് അത് ഒരുപാട് എക്സ്പ്ലോയിറ്റഡ് ആകുന്നതായി തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അത് മനുഷ്യത്വം ഉള്ളിടത്തോളം കാലം മനുഷ്യപക്ഷമാകും തന്നെയാണ്. മനുഷ്യത്വം മനുഷ്യനിൽ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ മനുഷ്യരല്ലാതായി മാറുന്നത് എന്നുള്ളത്. നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ജീവിത കാഴ്ചപ്പാടുകളൊക്കെ നമുക്കുണ്ടെന്നല്ല, ഓരോ മനുഷ്യനും ഉണ്ടെന്നില്ല. അത് ഒറ്റ കാര്യം ഞാൻ പറയുന്നത്, നമ്മളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരാളുടെ മൂക്കിൻ തുമ്പത്ത് വരെ എന്നുള്ളതാണ്. അതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. നമ്മൾ കൈ നീട്ടി കഴിഞ്ഞാൽ അവിടം വരെ എത്താവുള്ളൂ. അടിച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യം തെറ്റി മൊത്തം കൊണ്ടുപോയി കഴിഞ്ഞാൽ വേറില്ല. അപ്പം മനുഷ്യനെ മനസ്സിലാക്കുന്ന എന്താണ്? ഞാൻ എൻ്റെ ലെഫ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഹൃദയമാണത്. അതോടെ ചേർത്ത് നമുക്കത് ജീവിതം ഉള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ മിടിപ്പ് എന്ന് ഇല്ലാതാവുന്നു അന്ന് നമ്മൾ പിണമാണ്, തീർന്നു. അപ്പോൾ എൻ്റെ ജീവൻ തുടിക്കുന്നിടത്തോളം കാലം ഞാൻ എൻ്റെ മനുഷ്യൻ എന്ന രീതിയിൽ മറ്റുള്ളവരോടും സഹജീവികളോടും ഈ സകല പ്രപഞ്ചത്തിലെ സകല മനുഷ്യരോടും സകല ജീവജാലങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് തന്നെ എനിക്ക് പെരുമാറാൻ പറ്റുള്ളൂ. അതല്ലാത്തൊരു കാര്യം ആലോചിക്കുന്ന ആൾക്കാർ സ്വാർത്ഥനാണ്. ഞാൻ മാത്രമേ അതിനകത്തുള്ളൂ, എൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യർ ഉണ്ടാകുന്നത് ആണ് ഈ ലെഫ്റ്റിസം ഇല്ലാതാകുന്നത് എന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെ ഉള്ള മനുഷ്യന്മാരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെൻ്റെ പ്രതീക്ഷയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ കരുതുന്നത് എവിടെയൊക്കെ ലോകത്ത് എന്തെല്ലാം ഇഷ്യൂ ഉണ്ടായാൽ പോലും മനുഷ്യനിലെ മനുഷ്യത്വം നഷ്ടപ്പെടുത്താത്തോളം കാലം അതിനകത്തുള്ള കാരുണ്യം സ്നേഹമുള്ളവർക്കും അത് ഹൃദയത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉണ്ടാവും. ആ ഹൃദയത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ പക്ഷം കാണുന്നത്. തീർച്ചയായിട്ടും വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ് ഇപ്പോൾ സാർ പറഞ്ഞത്. അതിലോട്ട് പോകുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ ഒഴിമറി എന്നുള്ള സിനിമ തന്നെയാണ്. അതുകൊണ്ട് അതിനകത്തും ആ സ്ത്രീ തന്നെയല്ലേ പറയുന്നത്. നമ്മൾ രണ്ട് പേരായിരിക്കാം, ഇത്രയും കാലം ഒരുമിച്ചുണ്ടായിരിക്കാം, പക്ഷേ ഇനിയും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറയാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ വീഴ്ചയിലും താഴ്ചയിലും നിങ്ങളുടെ സങ്കടത്തിലും ദുഃഖത്തിലും നിങ്ങളുടെ രോഗാവസ്ഥയിലും നിങ്ങൾക്ക് കൂട്ടായി ഞാനുണ്ടാവും എന്നുള്ളതാണ്. അതൊരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മെസ്സേജാണ്, ഒരു സഹായമാണ്. ആ സഹായം ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ മനുഷ്യരല്ലാതായി മാറുന്നത് എന്ന് ഞാൻ കരുതുന്നു. ആ മനുഷ്യത്വമാണ് ഞാൻ കാണുന്ന എൻ്റെ ലെഫ്റ്റിസം. അന്നത്തെ കാലഘട്ടത്തിൽ ഈ സ്ത്രീപക്ഷത്തിനെ പറ്റി കൂടുതൽ സംസാരിച്ച ഒരു മൂവി ആയിരിക്കാം, അല്ലെങ്കിൽ ചർച്ചകൾ വന്ന ഒരു മൂവി ആയിരിക്കാം. 3 സ്ത്രീകളും പ്രാണവില്ല എന്ന് പറഞ്ഞൊരു ക്യാരക്ടറും. അതിന് വന്ന് വലിയൊരു ചാലഞ്ച് എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്പാൻ ഓഫ് ഇയേഴ്സ് കാണിക്കണം, അതും ഒരു ടൈം ലിമിറ്റിൽ നിന്ന്. അത് വലിയൊരു ചാലഞ്ച് ആയിരുന്നില്ലേ? തീർച്ചയായും. എങ്ങനെയാണ് അത് പോർട്രേ ചെയ്ത് വന്നത് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം തൊട്ട്? ആ സിനിമയുടെ നരേഷൻ തന്നെ ഒരു ഡിഫറെൻ്റ് ആയ നരേഷനാണ്. എൻ്റെ ആദ്യത്തെ സിനിമ ഒരു നോൺ ലീനിയർ ആയിരുന്നു പരിപൂർണമായിട്ടും.
ഈ രണ്ടാമത്തെ സിനിമയ്ക്കും ഇതിൻ്റെ നരേഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയില്ല എപ്പോഴും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാൾ ജനിച്ച നാൾ മുതൽ മരിക്കുന്നത് വരെയുള്ള ജനിച്ച നാൾ മുതൽ 75 വയസ്സ് വരെ എന്നാണ് മരിക്കുന്നതെങ്കിൽ അത്രയും കാലത്ത് ലൈഫ് സ്പാൻ നമ്മളൊരു സിനിമയിൽ കാണിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ചാലഞ്ചിങ് പാർട്ടാണ്. അപ്പോൾ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മനുഷ്യൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഇത് കാണിക്കണം എന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ പറയണം എന്ന് ഉറപ്പുള്ള ചില കാര്യങ്ങളായിരിക്കും നമ്മൾ പറയാൻ വേണ്ടിയിട്ട് മെനക്കെടുത്തത്. അങ്ങനെ ആലോചിച്ചപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ വ്യത്യാസമുള്ള സ്ട്രക്ചറാണ്. അതിൻ്റെ നരേഷൻ തന്നെ വ്യത്യാസമുള്ള ആ നരേഷൻ കാണിക്കുക എന്നുള്ളതാണ് ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ചാലഞ്ച് എന്നുള്ളത്. ആ നരേഷൻ അതിൻ്റെ ഒരു ടോട്ടലിറ്റി നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ആ വർക്ക് ചെയ്തത് കാരണം 5 ക്യാരക്ടേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. അമ്മയും താണുപിള്ളയും പിന്നെ മകനും അവൻ്റെ കാമുകിയും ഒക്കെ നമ്മളോടൊപ്പമുണ്ട്. അപ്പോൾ ഈ 5 ക്യാരക്ടേഴ്സിനകത്തൂടെയാണ് ഒരു ജീവിതം മുഴുവൻ കടന്നു പോകുന്നത്. താണുപിള്ളിയുടെ കഥ മാത്രമല്ല അത്, ശരിക്കും താണുപിള്ളിയുടെ ഒപ്പം നിൽക്കുന്ന മറ്റ് കഥാപാത്രങ്ങൾ കൂടി ചേർന്ന് നിൽക്കുന്ന കഥയാണ്. അപ്പം നമുക്കൊരു ഒരു ഒരു ഒരാളുണ്ടാവുന്നു, അയാളെ ചുറ്റിപ്പറ്റി വേറെ കഥാപാത്രങ്ങളാകുന്നു. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ പോകും എന്ന് പറയുന്നൊരു ഒരു പ്രോസസ്സുണ്ട്. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. കാരണം ആ സിനിമ നിരന്തരം ഇപ്പോഴും ഓരോ പ്രാവശ്യവും എൻ്റെ അടുത്ത് ആരെങ്കിലുമൊക്കെ ചോദിക്കുന്നത് അതെവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ സൺനെക്സ്റ്റിലാണ് അതുള്ളത്. സൺനെക്സ്റ്റിൻ്റെ OTT പ്ലാറ്റ്ഫോമിൽ ആ സിനിമയുണ്ട്. അപ്പോൾ അതൊരു ഒത്തിരി പേര് ഇപ്പോൾ വീണ്ടും പലപ്പോഴും ഏതെങ്കിലും ഒരു വിമൺ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിഷയം വരുമ്പോൾ ഈ സിനിമയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാറുണ്ട്. ഏതെങ്കിലും തരത്തിൽ നക്സലൈറ്റ് മൂവ്മെൻറ്റുമായിട്ടോ അല്ലെങ്കിൽ മനുഷ്യാവകാശ ധ്വംസനം പറഞ്ഞു വരുമ്പോൾ തലപ്പാവ് സംസാരിക്കാറുണ്ട്. ഈ ഏതെങ്കിലും ഒരു പയ്യൻ പിന്നെ ആളുമാറി ചർച്ച ചെയ്യപ്പെടുമ്പോൾ പിടിക്കപ്പെടുമ്പോഴോ ഇഷ്യൂ വരുമ്പോഴോ കുപ്രസിദ്ധ പേരും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിനിമ എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടതും കേട്ടതുമായതിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു നമ്മൾ ചെയ്യുന്ന വർക്ക് ഓഫ് ആർട്ട് നിലനിൽക്കും. അതിൽ നിന്ന് ലാസ്റ്റ് ഇപ്പൊ പറഞ്ഞ പോലെ കുപ്രസിദ്ധ പയ്യനിലേക്ക് എത്തുമായിരുന്നെങ്കിൽ യൂത്ത് ഏറ്റെടുത്ത സിനിമ എന്ന് തന്നെ പറയാം. ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് കുപ്രസിദ്ധ പയ്യൻ ചെയ്യാനുള്ള ആ ഒരു ഡ്രൈവ് അല്ലെങ്കിൽ ആ ഒരു കാസ്റ്റിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ്? ഞാൻ ഈ കാസ്റ്റിലേക്കല്ല, ഈ കഥ ആലോചിച്ച് കഴിഞ്ഞ സമയത്ത് ഇത് ജീവൻ ജോബ് തോമസ് ഒരു പച്ചക്കുതിര എന്ന മാസികയിൽ എഴുതിയ സമയത്ത് പോലും ഞാനിത് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കഥയായിരുന്നു. ജീവനോട്ട് സംസാരിക്കുകയും ചെയ്തു. സ്ക്രീൻ പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ പോലും ഞാൻ ഇത് ആര് എന്നുള്ള ഒരു ആംഗിളിലേക്ക് ഞാൻ ആലോചിച്ചിരുന്നു. പല വഴികളിലൂടെ ചിന്തിച്ചിങ്ങനെ പോയിട്ട് ഫൈനൽ ഡ്രാഫ്റ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ടൊവിനോയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. കാരണം ഞാൻ കണ്ടിട്ടുള്ള ചില ഈ റെസ്റ്റോറൻറ്റുകളുടെ പിൻപുറങ്ങളിൽ ടൊവിയെ പോലെയുള്ള ചില മനുഷ്യരെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. കാരണം എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്നൊരു ചെറുപ്പക്കാരൻ അവിടുത്തെ ഡിഷ് വാഷ് ചെയ്യുന്നൊരു പയ്യനാണ് അവൻ. പക്ഷേ വൈകുന്നേരം എല്ലാവരും പിന്നെ പണിയെല്ലാം കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞ് ഒരു 9 മണിക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ജിമ്മിൽ പോകും. ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവന് രാത്രിത്തെ ഭക്ഷണങ്ങളെല്ലാം ഈ ബാലൻസ് വരുന്ന ഭക്ഷണങ്ങളാണ് അവൻ എടുത്തു വെച്ചിട്ടുള്ളത്. അവൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിട്ട് ബീഫും ചിക്കൻ്റെയും ഒക്കെ പോർഷൻസിൽ എടുത്ത് വെച്ചിട്ടുണ്ടാകും. അതെല്ലാം കഴിച്ചിട്ടാണ് അവൻ കിടന്നുറങ്ങുന്നത്. എന്നിട്ട് രാവിലെ 4 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് അവൻ വീണ്ടും പണി തുടങ്ങുന്നത്. അപ്പോൾ അവൻ്റെ ഈ പറയുന്ന ഭക്ഷണം കഴിക്കും അവൻ ശരീരത്തെക്കുറിച്ച് വളരെ കോൺഷ്യസ് ആയിട്ട് ഈ ജിമ്മിൽ പോവുകയൊക്കെ ചെയ്യുന്ന സാധനമുണ്ട്. അപ്പം എനിക്കൊരു അങ്ങനൊരു പയ്യനറിയാം ഒരാളെ. അത് കഴിഞ്ഞ് പിന്നെ ഒരു പയ്യൻ ഇതേപോലെ തന്നെ നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇതേപോലെ തന്നെ 6 മണിയാവുന്നത് വരെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് രാത്രിത്തെ നൈറ്റ് സ്റ്റുഡിയോയിൽ വർക്ക് ഉണ്ടെങ്കിൽ 6 മണിയാകുമ്പോൾ പോകുമ്പോൾ പറയും ആർക്കൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിക്കും. അവൻ 6 മണിക്ക് പോകുന്നത് ജിമ്മിലേക്കാണ്. അവനൊരു 7:30 വരെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 7:30 ആകുമ്പോൾ വരുമ്പോൾ ഓരോരുത്തരും എന്തൊക്കെ ചോദിക്കണം. ചിലർക്ക് സിഗരറ്റ് വേണമെന്നുണ്ടാവും, ചിലർക്ക് മദ്യം വേണമെന്നുണ്ടാവും, ചിലപ്പോൾ ഭക്ഷണം ഇന്നത് വേണമെന്നുണ്ട്, ഇന്ന ഹോട്ടലിൽ നിന്ന് വേണമെന്നുണ്ടാവും. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഫുഡും വാങ്ങിച്ചിട്ടാണ് അവൻ 8 മണിയാകുമ്പോൾ 7:30 കഴിഞ്ഞിട്ട് ഒരു 8 മണിക്കുള്ളിൽ എത്തുന്നത്. അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരനെ എനിക്കറിയാം. അപ്പം ഞാൻ ചോദിച്ചില്ല, കാരണം ഒരാൾ അയാളുടെ ശരീരം ഇതുപോലെ വർക്ക് ചെയ്ത് പോകുന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള തരത്തിലുള്ളൊരു ലൈൻ ആലോചിച്ചപ്പോൾ ഒട്ടുമിക്ക പേരും ഇത്തരം രീതിയിൽ പോകുന്ന ഒരുത്തനെ പലപ്പോഴും അവൻ കുറച്ച് ഇൻട്രോവേർട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന ഒരുത്തനാണെങ്കിൽ തീർച്ചയായും അവനെ പലതരത്തിലും പല രീതിയിലും ഉപയോഗിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള കാഴ്ചകൾ കണ്ട് പോയപ്പോഴാണ് ഈ സ്ക്രിപ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഫൈനലായപ്പോൾ
എന്തുകൊണ്ട് ടൊവിനോ ആയിക്കൂടാ? കാരണം അയാളുടെ ഒരു ശരീരപ്രകൃതിയുണ്ട് ഒന്ന്, രണ്ടാമത്തത് അയാളുടെ ഒരു ഇന്നസെൻസ് ഉണ്ട്. അയാളെ ഈ രീതിയിൽ മോൾഡ് ചെയ്യാൻ എളുപ്പമാണ്. അയാൾ, കാരണം എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ചെറുപ്പക്കാരൻ അജയൻ ഉണ്ട്, അത് ഇയാൾ പറ്റുമെന്ന് തോന്നൽ തന്നെയാണ് ഞാൻ ടൊവിയിലേക്ക് എത്തുന്നത്. അത് കഴിഞ്ഞപ്പോൾ നിമിഷയിലേക്ക് എത്തുന്നതും അതേപോലെ തന്നെയാണ്. കാരണം ഇങ്ങനൊരു കക്ഷിയുടെ കേസ്, ഒരു മർഡർ കേസ് കോടതിയിൽ വരുമ്പോൾ അതിന് ലീഗൽ എയ്ഡ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ അവിടെയുള്ള പണിയൊന്നും ഇല്ലാത്ത ഏതെങ്കിലും വക്കീലിനെയാണ് ഏൽപ്പിക്കാറുള്ളത്. ഇതൊരു ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനൊരു കേസ് കിട്ടുന്ന ഒരു പെൺകുട്ടി ആയാൽ എങ്ങനെയാണ് ഉണ്ടാകും എന്ന് പറയുന്ന തോട്ട് പ്രോസസ്സാണ്. അങ്ങനെ ലീഗൽ എയ്ഡ് കുട്ടികൾ ഉണ്ടാവാറുണ്ട്. അവർക്ക് ആദ്യമായിട്ട് ഇങ്ങനൊരു കേസ് കിട്ടുന്നത് ഒരു വലിയ കേസ് കിട്ടുകയാണ്. കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള തോന്നലാണ് നിമിഷയെ പോലെ. കാരണം നിമിഷ രണ്ടാമത്തെ സിനിമയാണ് ശരിക്കും. തുണ്ടുമുതൽ കഴിഞ്ഞ അടുത്ത പടം ഇത്. പക്ഷേ പടം റിലീസ് ചെയ്തത് മൂന്നാമതായിരുന്നു. അതിന് മുമ്പ് ഒരു പടം വന്നിരുന്നവർ. അങ്ങനെ നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ചാണ് ഓരോ ക്യാരക്ടേഴ്സിനെ നമ്മൾ ഈ കഥയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ശരണ്യ പൊന്നോണം വരുന്നതും സുരേഷ് ഏട്ടൻ ജഡ്ജായി വരുന്നതും നെടുമുടി വേണു ഓപ്പോസിറ്റ് ആകുന്നതും ഒക്കെ ഇതുപോലെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് പോകുമ്പോഴാണ് ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുന്നത്. അത് ആ സിനിമയുടെ പോസിറ്റീവ് സൈഡായിട്ടാണ് ഞാൻ കാണുന്നത് ഇപ്പോഴും. ഇപ്പോൾ അന്വേഷണം കണ്ടെത്തും ആക്ച്വലി ഇപ്പോൾ ആളുകൾ ഏറ്റെടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണാത്തവർ തീർച്ചയായും കാണുക എന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള നമ്മുടെ പ്രീകോൺസെപ്ഷൻസ് എല്ലാം ബ്രേക്ക് ചെയ്യുന്ന ഒരു മൂവി, അല്ലെങ്കിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള മേക്കിംഗ് ഒരു മൂവി എന്ന് ഞാൻ പറയുള്ളൂ. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ യർ ടൈം. താങ്ക് യു മീനാക്ഷി.